ജീവിതശൈലി രോഗങ്ങളുടെ മുഖ്യ കാരണങ്ങളിൽ ഒന്നാണ് സ്ട്രെസ്സും അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുന്ന പ്രയാസങ്ങൾ നിരവധിയാണ്. പക്ഷേ ശരിയായ ഒരു ചികിത്സ അല്ലെങ്കിൽ മരുന്ന് ഈ അവസ്ഥകൾക്ക് കണ്ടെത്താൻ നമുക്ക് കഴിയാറില്ല. ഡോക്ടർമാരും അതുപോലെ തന്നെ മനഃശാസ്ത്ര വിദഗ്ധരുമൊക്കെ പല രീതിയിലുള്ള ചികിത്സകൾ നിർദ്ദേശിക്കാറുണ്ടെങ്കിലും പൂർണ്ണമായി നമുക്കിതിനെ കീഴടക്കാൻ പലപ്പോഴും കഴിയാറില്ല. എന്നാൽ നമ്മൾ മനസ്സ് വെച്ചാൽ യാതൊരു ചെലവുമില്ലാതെ ഒരു അധ്വാനവുമില്ലാതെ ഈ സ്ട്രെസ്സും ടെൻഷനും ഒഴിവാക്കാൻ നമുക്ക് കഴിയും. അത് സംബന്ധമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് പലപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം എന്ന നിലക്ക് നമുക്ക് മനസ്സ് വെച്ചാൽ ഇതിനെ ഒരു തക്കതായ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിലൊന്ന്, നമ്മൾ ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ്. ഇപ്പോൾ പുലർച്ചെ ഒരു 4:30-4 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ കഴിയണം. അതോടുകൂടി തന്നെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പഠിക്കണം. അതുപോലെ തന്നെ അതിരാവിലെയുള്ള വായന നമുക്ക് മനസ്സിന് ഒട്ടേറെ ആശ്വാസവും സന്തോഷവും തരും. വായിക്കുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംഗീത ആസ്വാദനം, സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുക, പാടാൻ കഴിയുന്നവരാണെങ്കിൽ പാട്ട് കേൾക്കുക, പാടുക. ചെടികളും അതുപോലെയുള്ള പച്ചക്കറികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുകയും അതിനോട് പരിചരണം നൽകുകയും ചെയ്യുക. പിന്നെ കുറച്ചുകൂടി നമുക്ക് അധ്വാനിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ പശു പരിപാലനം, അതുപോലെ തന്നെ മൃഗപരിപാലനം, മറ്റുള്ള ആർക്ക് എന്തൊക്കെ ഇഷ്ടങ്ങളാണോ ഈ കാര്യങ്ങളിലുള്ളത് അത് ഒക്കെ ഇതിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. അങ്ങനെ ഈ സ്ട്രെസ്സിനെയും ടെൻഷനെയും നമുക്ക് നമ്മുടെ പരിധിയിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് യാത്ര ചെയ്യുക. അത് നമുക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായോ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിലാക്സേഷൻ വളരെ വലുതായിരിക്കും. അത് മെന്റലിയും അല്ലെങ്കിൽ ശാരീരികമായും നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ 2 രോഗാവസ്ഥകളെയും നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് കഴിയും. എല്ലാവർക്കും നല്ല ഒരു ജീവിതാവസ്ഥ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ